കൊടിസുനിക്ക് പരോൾ നൽകിയതിൽ എന്താണ് മഹാപരാധം? കൊടിസുനിക്ക് പരാതി മറ്റേ പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. സ്വാഭാവികം. പ്രകാശ് ബാബു, അമ്മയെ കാണാൻ ഒരു മാസത്തെ പരോൾ, അതിലൊരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ? നോക്കൂ നിഷ, ഈ അമ്മയെ കാണാൻ ഒരു മാസത്തെ പരോൾ അത് കൊടുക്കുന്നത് നമുക്ക് ആർക്കാണെന്ന് നമുക്കറിയാം. അതായത് ഒരു വിധത്തിലും CPIMൻ്റെ നേതൃത്വത്തിന് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കൊടും ക്രിമിനലാണ് ഈ പറഞ്ഞ കൊടിസുനി. കാരണം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് നിന്നെ വേണ്ട എന്നുള്ള ഒരു നിലപാട് അത് വാക്കിലോ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ എഴുത്തിലോ അങ്ങനെ CPIMൻ്റെ നേതൃത്വം അങ്ങനെ ഒരു തോന്നൽ ഈ കൊടും ക്രിമിനലിനോ അവരുടെ സംഘത്തിനോ ഉണ്ടാക്കിയാൽ ആ പാർട്ടി നേതൃത്വത്തിന് അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നോക്കൂ നിങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്കിടയിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയമാകട്ടെ പരോളിൽ ഇറങ്ങിയ സമയമാകട്ടെ ഇദ്ദേഹം ഏതെങ്കിലും ഒരു സമയം ഈ വയോവൃദ്ധയായിട്ടുള്ള അമ്മയോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ടോ? അമ്മയെ നോക്കിയിട്ടുണ്ടോ? അമ്മ നിൽക്കുന്ന വീട്ടിൻ്റെ ഒരു കിലോമീറ്ററുകൾ അപ്പുറത്ത് വന്നിട്ടുണ്ടോ? ആ ചരിത്രം ഒന്ന് പരിശോധിച്ചാട്ടെ. ഇദ്ദേഹം എന്ത് മനുഷ്യാവകാശ നിശയെ ഇദ്ദേഹം അർഹിക്കുന്ന ഈ കൊടും ക്രിമിനൽ? നോക്കൂ നിങ്ങൾ, 3 കൊലക്കേസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ മാഹി പരിസരത്തുണ്ട്. ഇതൊക്കെ എന്ത്? ഒന്ന്, നമ്മളെല്ലാവരും തലകുനിച്ച ലോകം തലകുനിച്ചിട്ടുള്ള TP ചന്ദ്രശേഖരൻ്റെ വധക്കേസ്. പട്ടാപ്പകൽ 11:30 മണിക്ക് മാഹി ടൗണിൽ നിന്ന് 100 മീറ്റർ മാറിയിട്ടുള്ള സ്ഥലത്ത് ബൈക്കിൽ പോകുന്ന 2 ചെറുപ്പക്കാരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയിട്ടുള്ള കേസ്. പിന്നെ നോക്കൂ നിങ്ങൾ, ഒരു കേസെന്ന് പറയുന്നത് ഒരു റംസാൻ്റെ തലേ ദിവസം ഫസൽ എന്ന് പറയുന്ന ഒരു NDFൻ്റെ നേതാവിനെ കൊലപ്പെടുത്തി രക്തത്തിൽ മുക്കിയ തൂവാല RSSൻ്റെ നേതാവിൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ഫസൽ വധക്കേസ്. ഇങ്ങനെ 4 പേർക്ക് ആ മനുഷ്യാവകാശം ഒന്നുള്ള വാദകമായിരുന്നില്ല. അവരെ കൊന്ന് കാലപൂരിക്ക് അയച്ചിട്ടുള്ള കൊടും ക്രിമിനലാണ്, കാലനാണ് ഈ കൊടിസുനി. രണ്ടാമതൊന്ന്, ഇദ്ദേഹം ഈ വധശ്രമത്തിന് എത്ര പേരെ ഇന്ന് ജീവച്ഛവമാക്കിയിട്ടുള്ള ആളാണ്. ഇത് പിടിക്കപ്പെട്ടതാണ് പറയുന്നത്. ഞാൻ തുടങ്ങി വെച്ച കാര്യം, ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അവഗണന പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ നാക്കൊന്ന് തുറന്നാൽ, വായ തുറന്നാൽ പറയുന്ന കാര്യം കണ്ണൂരിലെ CPIMൻ്റെ ട്രാൻസ്ഫോമർ തന്നെ തെറിച്ചു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു ഘടകം അതാണ്. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, ഈ ജയിലിനകത്തായാലും പുറത്തായാലും കൊടിസുനിയും ഈ കിർമാണി ഷാഫി ഈ സംഘത്തിന് എന്ത് പ്രയാസനിശ്ചയം ഉണ്ടായിട്ടുള്ളത്? കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ജയിലിനകത്ത് ഇത്രയധികം സുഖ സൗകര്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഏത് കൊടും ക്രിമിനലുകളാണ് ഉണ്ടായിട്ടുള്ളത്? ആവശ്യാനുസരണമുള്ള ഭക്ഷണം, ആവശ്യമുള്ളപ്പോൾ മദ്യം, ബ്ലൂടൂത്ത് സംവിധാനത്തോടു കൂടി മൊബൈലിൻ്റെ ചാർജ് പോയാൽ ഉടനെ തന്നെ ബാറ്ററി ഫുൾ ചാർജിൽ കൊണ്ടുകൊടുക്കാനുള്ള ഉദ്യോഗസ്ഥർ. നോക്കൂ നിങ്ങൾ, 4000 രൂപ പച്ചക്കറി തോട്ടത്തിൽ പോയിട്ട് ജോലി എടുക്കാതെ 4000 രൂപ വാങ്ങി എന്നുള്ളത് മനോരമ അടക്കമുള്ള പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെ ജയിൽ അധികൃതർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? ഇങ്ങനെ ജയിലിനുള്ളിൽ വെച്ച് കൊട്ടേഷൻ നിയന്ത്രിച്ചു. അതിനുവേണ്ടി ചില അന്വേഷണ ഉദ്യോഗസ്ഥർ ജയിലിൽ പോയല്ലോ. ആവശ്യത്തിന് വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ നീരാഹാരം കിടക്കും ഇവിടെ. ചാനലുകാരും പത്രക്കാരും വീണ്ടും വിളിച്ച് വരുത്തണ. നീ എന്റെ കൈ മേടിക്കും? കോയ കൈയും കാലും ഒന്നും മേടിക്കില്ല. കോയ മേടിക്കണമെങ്കിൽ ഒരു ടാങ്കർ ലോറി മേടിക്കും, ഇങ്ങോട്ട് വെള്ളം അടിക്കാനായിട്ട്. എന്നാലും നീ ഇതിനകത്ത് നിന്ന് പോവല്ല. നിനക്ക് നാണമില്ലടാ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ? സാർ എത്ര വർഷം ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കുന്നത്? സാറിന് നാണാവൂലേ? പോടാ. ഞാൻ പൊക്കോളാം. അവസാനം ഞാൻ ജയിലാടി എന്ന് പറഞ്ഞിട്ടാ പോടാ. നോക്കൂ, ഇതൊക്കെ എവിടെയാ നടക്കുന്നത്? നമ്മുടെ കേരളത്തിലാ. ജയിലിൻ്റെ അകത്ത് നിന്ന് കൊട്ടേഷൻ നിയന്ത്രിക്കുക, സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കുക, ഫോൺ പിടിച്ചെടുക്കുക. ആ ഫോൺ കോളിലെ ഡീറ്റെയിൽസ് അമ്മയ്ക്കോ സഹോദരിക്കോ ഒരു ഫോൺ കോൾ ഈ കൊടും ക്രിമിനൽ കൊടിസുനി ചെയ്തിട്ടുണ്ടോ? പിന്നെ ഈ അമ്മയെ കാണാനൊക്കെ പറയുന്നത് ആരുടെ തന്ത്രമാണെന്ന് അതൊന്നും പഠിക്കാൻ പ്രത്യേകം എന്ത് ഗവേഷണം അവിടെ വേണ്ടത്? ഇവിടെ പ്രശ്നം ഇതൊന്നുമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊടും ക്രിമിനലിനിപ്പോൾ 1 മാസത്തെ അവധിയെ കൊടുത്തു, 1 മാസത്തെ പരോൾ അങ്ങനെ കൊടുക്കാൻ സാധിക്കുമോ? ഇദ്ദേഹം പറഞ്ഞു മനുഷ്യാവകാശം.
മനുഷ്യാവകാശ നിയമമായിക്കോട്ടെ എന്താകട്ടെ ബഹുമാനപ്പെട്ട അസ്കറെ, അങ്ങനെ ഒരു പരിഗണിക്കാമോ എന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു അംഗം ചോദിക്കുമ്പോഴും ചില റെസ്ട്രിക്ഷൻസ് അവിടെ ബാധകമാണ്. ജയിൽ ചട്ടങ്ങളും അതേപോലെ പ്രിസൺ റൂളൊക്കെ അനുസരിച്ചിട്ടുള്ള നിയമങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കാമോ എന്ന് ചോദിച്ചാലും പരിഗണിച്ചുകൂടെ. കാരണം ഇദ്ദേഹത്തെ റിഫോർമേഷന് വേണ്ടിയാണല്ലോ ജയിലിലിട്ടത്. അങ്ങനെ തിരുത്താൻ വേണ്ടി ജയിലിലിട്ടപ്പോൾ ഇനി ഒരു കാലത്തും തിരുത്താൻ പറ്റാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രിസൺ ഓഫീസറെ ആക്രമിച്ചു, ജയിലിൽ കലാപമുണ്ടാക്കി ഇദ്ദേഹത്തിനെതിരെയുള്ള കേസാ. കൂട്ടത്തിലുള്ളവർ ആക്രമിച്ചു. ഇങ്ങനെ പൂജപ്പുരയിൽ നിന്ന് വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് വരുന്നു. അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ജയിൽ മാറണമെന്ന് പറയുന്നു. കുറ്റാരോപിതൻ മാത്രമല്ലേ കൊടിസുനി എന്നാണ് അഡ്വക്കേറ്റ് ഹസ്കർ ചോദിക്കുന്നത്. അല്ല, അതിപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ടി.പി. ചന്ദ്രശേഖരനെ ഇപ്പോഴും വധിച്ചത് ഞങ്ങളല്ല എന്ന് പറയുന്ന ഇവരെയൊക്കെ ഇതൊക്കെ ബോധ്യപ്പെടുത്തണമെങ്കിൽ മറ്റെന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം നിശ. അതുകൊണ്ട് അവരുടെ ന്യായീകരണം ഇപ്പോഴും ഇന്നലത്തെ കല്യോട് ഇരട്ട കൊലപാതകം അംഗീകരിക്കാത്ത പാർട്ടിയല്ലേ ഇത്? സ്വാഭാവികം. അതൊക്കെ പോട്ടെ, ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ കേസിൽ ഈ സംഘത്തിൽപ്പെട്ട 3 പേരെ ജയിലിനകത്ത് നിന്ന് ചെയ്ത കുറ്റകൃത്യത്തിന് 3 അന്വേഷണ ഏജൻസികൾ വന്ന് ചോദ്യം ചെയ്തെന്നേ. ഒന്ന് ബാംഗ്ലൂരിൽ നിന്ന് ആയുധം കടത്തി എന്ന് പറഞ്ഞൊരു കേസ്, ഇവൻ്റെ കൂട്ടുപ്രതിയെ. അതേപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, കൊട്ടേഷൻ സംഘമായിട്ട് ബന്ധപ്പെട്ട്, ഇതൊക്കെ ജയിലിനകത്തുള്ളപ്പോൾ ഇവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഇവർക്ക് വിയ്യൂരായാലും ഇവർക്ക് പൂജപ്പുരയായാലും ഇവർക്ക് തവനൂരായാലും എവിടെയൊക്കെ ഇവർക്ക് സ്വർഗമാണ്. പക്ഷെ ഒരു മാസം ഇവിടെ ഇറക്കിയിട്ടില്ല എങ്കിൽ, ഇവർ പറയുന്നത് പോലെ, കൊടിസിനി പറയുന്നത് പോലെ ഇറക്കി കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് CPIM-ന്റെ നേതാക്കൾ അനുഭവിക്കും. ഇനി എല്ലാരും വിളിച്ചു. ഒറ്റ കാര്യം കൂടി, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പറഞ്ഞല്ലോ, ഇതിലും വലിയ യോഗ്യൻ ആരാ ഉള്ളത്? കൊടിസുനിക്ക് അനുകൂലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ലോകത്ത് ഒരേ ഒരാളാണെന്ന് അർഹതയുള്ളത്, അത് P. ജയരാജനാ. കൊടിസുനി 3 കൊലക്കേസിലെ പ്രതിയാണ്, കൊടും ക്രിമിനലാണ്. സമാനമായ 3 കൊലക്കേസിലെ പ്രതിയായിരുന്നിട്ട് ആളാണ് P. ജയരാജൻ. അപ്പോൾ പിന്നെ ഇദ്ദേഹം അല്ലാതെ പിന്നെ ആരാ ഇദ്ദേഹത്തെ പിന്തുണക്കുക? ഇദ്ദേഹത്തിൻ്റെ പല പേരും പറയാൻ കൊടിസുനിക്ക് ഉണ്ടാകും. അപ്പോൾ ഒരു അടി മുന്നേ അദ്ദേഹം മുൻകൂർ ജാമ്യം പോലെ അങ്ങ് പിന്തുണച്ചതാണ്. പാർട്ടി പിന്തുണക്കില്ല, അല്ലെങ്കിൽ പരസ്യമായിട്ട് വരില്ല എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെ പാർട്ടിക്ക് കൊടിസുനിയെയോ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാനുള്ള ധൈര്യം, നട്ടൽ ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടായാൽ ആ പാർട്ടിയുടെ പല രഹസ്യങ്ങളും കണ്ണൂരിലെയും കേരളത്തിലെയും CPM-ന്റെ ട്രാൻസ്ഫോമർ അടക്കം ഇങ്ങ് പോരുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇദ്ദേഹം മുൾമുനയിൽ നിർത്തും CPIM-ന്റെ നേതൃത്വത്തെ, ഭരണകൂടത്തെ. അതുകൊണ്ട് ഭരണകൂടവും പാർട്ടിയും നിനക്കൊപ്പം ഉണ്ട് എന്ന്, അതേതറ്റം വരെ പോയാലും ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടിട്ടുള്ളത്. അതിലൊരു തർക്കവുമില്ല. ഇതൊക്കെ നല്ല ബോധ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഉണ്ട് എന്ന് ആവർത്തിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹം പറയുന്നുണ്ട്. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊലയില്ലാത്ത കൊമ്പൻ.